തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടും കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിക്കായി പ്രവർത്തകരുടെ കാത്തിരിപ്പ് നീളുന്നു. ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം ഒന്നാം ഘട്ടം പൂർത്തിയായി. BJPയിൽ നിന്ന് പലരുടെയും പേരുകൾ പരിഗണനയിൽ വന്നെങ്കിലും സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കൊല്ലം പാർലമെന്റ് സ്ഥാനാർത്ഥിയായി BJPയുടെ കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ, PT ഉഷ, സന്ദീപ് വചസ്പതി, VT രമ, നടൻ കൃഷ്ണകുമാർ, BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ എന്നിവരുടെ പേരുകൾ പലതും പരിഗണിച്ചെങ്കിലും ആരെയും സ്ഥിരമാക്കിയില്ല. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി. കുമ്മനം രാജശേഖരൻ മത്സരത്തിനില്ലെന്ന് അറിയിച്ചു. എന്നാൽ നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കേണ്ടി വരും. BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കൊല്ലം. 2009-2014 തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് വർദ്ധിച്ചു. 2019 1,33,039 വോട്ടായിരുന്നു BJP നേടിയത്. ഇത്തവണ കൂടുതൽ വോട്ട് നേടുന്ന ഒരാളെ മത്സരത്തിന് ഇറക്കാനാണ് സാധ്യത. പ്രേമചന്ദ്രനെ ജയിപ്പിക്കാൻ ദുർബലനായ സ്ഥാനാർത്ഥിയെ BJP ഇറക്കി സഹായിക്കുന്നതാണ് പതിവെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം. ഇത്തവണ കളം പിടിക്കാൻ ഒരുപക്ഷെ BJPയുടെ ശക്തർ തന്നെ എത്തിയേക്കുമെന്നാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. കൊല്ലത്തേക്കുള്ള പേരുകളിൽ അവസാന പട്ടികയിൽ നടൻ കൃഷ്ണകുമാർ, സന്ദീപ് വചസ്പതി, BB ഗോപകുമാർ എന്നിവരാണുള്ളത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും LDF സ്ഥാനാർത്ഥി M മുകേഷും രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു. BJP ഇപ്പോഴും ചുമരെഴുത്തുകളിൽ പേരെഴുതാതെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത്. BJP കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൊല്ലത്ത് ത്രികോണ മത്സരമുണ്ടാകും. റിപ്പോർട്ടർ, കൊല്ലം.